സതീശന് പാർട്ടിക്കുള്ളിൽ പിന്തുണ ഇല്ലാത്തതിൻ്റെ ദോഷങ്ങളാണ് ഈ കാണുന്നതൊക്കെ. കിട്ടിയ സ്ഥലത്തെല്ലാം വെച്ചിട്ട് സതീശനെ എംബ്രാസ് ചെയ്യാൻ പാർട്ടിയിലെ മറ്റുള്ളവർ ശ്രമിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ അബ്കാരി ലൈസൻസി ആരാണെന്നറിയാമോ? അത് കത്തോലിക്ക സഭയാണ്. കൂട്ടുത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ എല്ലാവരും ചേർന്ന് എടുക്കുന്ന തീരുമാനം എന്നല്ല അർത്ഥം. എടുത്ത തീരുമാനത്തിന് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്നാണ് അർത്ഥം. കള്ള് ഷാപ്പ് എന്തോ കുറഞ്ഞ സാധനമാണ്, മോശക്കാരാണ്, അവർ മാറി നിൽക്കാൻ പറ. ബാറുകാർ വലിയ മിടുക്കന്മാരാണ്, അവർക്ക് ലൈസൻസ് ഇഷ്ടം പോലെ. നാഷണൽ ഹൈവേയിൽ നിന്ന് 100 അടി മാറിയിട്ട് മാത്രമേ ബാറ് പാടുള്ളൂ. സുപ്രീം കോടതി ഒരിക്കലും വിധിച്ചു. കേരളം എന്ത് ചെയ്തു? കേന്ദ്രവുമായിട്ട് ആലോചിച്ചിട്ട് 3, 4, 5 ബാറ് നിപ്പുണ്ട് ഈ പരിധിക്കുള്ളിൽ. അത് നാഷണൽ ഹൈവേ അല്ലാതെയാക്കി. ഏകദേശം എല്ലാ കാര്യത്തിനും ഓപ്പോസിഷൻ ഭരണകക്ഷിയെ എതിർക്കും. നമ്മുടെ നാട്ടിലെ ഒരു കൾച്ചർ അതാണ്. ഭരണകക്ഷി എത്ര നല്ല കാര്യം കൊണ്ടുവന്നാലും പ്രതിപക്ഷം എതിർക്കും. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നിഷ്ടപ്രകാരം സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണോ? കൂട്ടുത്തരവാദിത്വം UDF സർക്കാരിന് നഷ്ടപ്പെട്ടുവോ? വി.ഡി. സതീശൻ്റെ തീരുമാനങ്ങൾ വകുപ്പ് മന്ത്രി പോലും അറിയാതെ എടുത്ത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതുപോലെ സർക്കാരിനെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണോ? ഏറ്റവും ഒടുവിൽ ഉയർന്നു വന്ന വീര്യം കുറഞ്ഞ മദ്യവിഷയത്തിലാണ് വിവാദം മുറുകിക്കൊണ്ടിരിക്കുന്നത്. വി.ഡി. സതീശനെതിരെ എതിർപ്പ് ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യം കുറഞ്ഞ നികുതിയിൽ വിൽക്കാം എന്ന അദ്ദേഹത്തിൻ്റെ ബജറ്റിലെ നിർദ്ദേശമാണിപ്പോൾ എതിർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പരിശോധിക്കാൻ നമുക്ക് ഈ വിഷയത്തിലെ എല്ലാ വശങ്ങളും. നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ടി.ജി. മോഹൻദാസ്. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. ആദ്യം തന്നെ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ വിഷയം അതിപ്പോൾ ഒരു വീര്യമേറിയ വിഷയമായി മാറിയിരിക്കുന്നു. എന്താണ് ഈ വിഷയത്തിൽ അങ്ങയുടെ അഭിപ്രായം? ലിയോ, നമ്മൾ മലയാളികളുടെ വലിയൊരു കള്ളത്തരമാണ് ഈ മദ്യം. നമുക്ക് വൃത്തിയായിട്ട് മദ്യപിക്കണം, അത് നിർബന്ധമാണ്. അതേസമയം മദ്യനിരോധനം പ്രസംഗിച്ചുകൊണ്ടിരിക്കണം. അതിന് കുഴപ്പമൊന്നുമില്ല. ലോകത്തിലെ പല സമൂഹങ്ങളും പലവിധ കാപട്യങ്ങളും അല്ലെങ്കിൽ കോൺട്രഡിക്ഷൻസും ഒക്കെ കൊണ്ട് നടക്കുന്നവരാണ്. മദ്യനിരോധനം അല്ലെങ്കിൽ മദ്യവർജനം സർക്കാർ വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല എന്ന് വർഷങ്ങളായിട്ട് നമുക്ക് ബോധ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളൊന്നും ഈ വിവാദത്തിൽ തലവയ്ക്കാത്തതും. അത് ഒരു നിയന്ത്രണത്തിലൊക്കെ അങ്ങ് കൊണ്ടുപോവുക എന്നുള്ളതല്ലാതെ അത് തീരെ ഇല്ലാതെയാക്കാൻ സാധ്യമല്ല. തിരുവിതാംകൂർ മഹാരാജാവ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് തന്നെ തിരുവിതാംകൂറിൽ പ്രൊഹിബിഷൻ ഉണ്ടായിരുന്നു, മദ്യനിരോധനം. അന്നും കള്ളവാറ്റും ഇതുപോലത്തെ പ്രശ്നങ്ങളുമൊക്കെ ആയിട്ട് ഒടുവിൽ ആ നിയമത്തിൽ ഒരു പഴുത് വെച്ചിട്ട് ആ പഴുതിലാണ് ഇപ്പോൾ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. വാസ്തവത്തിൽ മദ്യനിരോധന നിയമത്തിൻ്റെ ഒരു എക്സംഷൻ എടുത്തിട്ട് അത് വെച്ചിട്ട് ഷാപ്പുകൾക്കും ബാറുകൾക്കുമൊക്കെ ലൈസൻസ് കൊടുക്കുന്ന ഏർപ്പാട്. ഇത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് സുധീരന് വെളിപാടുണ്ടായിട്ട് അന്ന് വെറുതെ ബഹളം വെച്ചു. ഉമ്മൻചാണ്ടി 2 സ്റ്റാർ ബാറുകൾ നിർത്താൻ പറഞ്ഞു. അത് വാസ്തവത്തിൽ ഉമ്മൻചാണ്ടിയുടെ പോളിസി ഡിസിഷനായിരുന്നില്ല. സുപ്രീം കോടതിയിൽ ഒരു കേസിൻ്റെ വാദത്തിനിടയ്ക്ക് 3 സ്റ്റാർ ബാറുകാരൻ, അയാൾക്ക് ലൈസൻസിന് വേണ്ടിയിട്ട് അയാൾ സുപ്രീം കോടതി വരെ ഫൈറ്റ് ചെയ്തു. അതിൽ ഒരു പോയിൻ്റ് ഉന്നയിച്ചു, തൊഴുത്ത് പോലെയാണ് കേരളത്തിലെ 2 സ്റ്റാർ ബാറുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. കുറേയൊക്കെ സത്യവുമാണ് കേട്ടോ, ഒരു വൃത്തിയുമില്ലാത്ത ഏർപ്പാടുകളായിരുന്നു. അപ്പോൾ അതിനൊന്നും ഒരു കുഴപ്പമില്ല, എൻ്റെ 3 സ്റ്റാർ ബാറിനാണ് കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് ഇയാൾ വാദിച്ചു. സുപ്രീം കോടതി ജഡ്ജിമാരെ അതിൽ കയറി പിടിച്ചു. അങ്ങനെ 2 സ്റ്റാർ ബാറുകളോ, അതേതാ അത് എന്നൊക്കെ ചോദിച്ചു. ആകെ ബഹളമായി. അപ്പോൾ 2 സ്റ്റാർ ബാറെല്ലാം കൂടെ നിർത്താൻ തീരുമാനിച്ചു. സുധീരൻ ചാടി വീണു. 3 സ്റ്റാർ ബാറുകൾ നിർത്തി, 4 സ്റ്റാർ ബാറുകൾ നിർത്തി, പിന്നെ 5 സ്റ്റാർ ബാറുകൾ മാത്രമായി. 5 സ്റ്റാർ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാറിൻ്റെ പുറത്തുകൂടെ ഒരു ഇടവഴി ഉണ്ടാകും. അതിലെ കൂടെ പോയിട്ട് ആൾക്കാർ വില കുറഞ്ഞ മദ്യം വാങ്ങിച്ച് കുടിക്കും. ചോദിച്ചാൽ 5 സ്റ്റാറാണ്, എന്നാൽ ലോ ക്ലാസ് മദ്യവും അവിടെ കിട്ടും. 5 സ്റ്റാർ ഹോട്ടലിൽ ലോ ക്ലാസ് മദ്യം വിൽക്കാൻ തടസ്സമൊന്നുമില്ല.
അപ്പോൾ എക്സിക്യൂട്ടീവ് ബാറുകളുണ്ടായി, വലിയ മാന്യന്മാർക്ക് കള്ളു കുടിക്കാനുള്ള ബാറ്, പിന്നെ പാവങ്ങൾക്ക് നിന്ന് കുടിക്കാനുള്ള സംവിധാനമായിട്ട് കുപ്പി വയ്ക്കുന്ന ബാറ് പുറകിലും, അവിടെ കയറാനായിട്ട് ചെറിയൊരു ഇടവഴിയും. അതെ. ഇപ്പോൾ കേരളത്തിലെ എല്ലാ ബാറുകളിലും ഈ ഇടവഴി ലിയോയ്ക്ക് കണ്ടിട്ടുണ്ടല്ലോ. അതെ അതെ അതെ. പ്രധാനപ്പെട്ട ബാറിൻ്റെ പുറകിൽ കൂടെ സൈഡിൽ കൂടെ ചെറിയൊരു വഴി. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ചില്ലറ കള്ളത്തരങ്ങളാണ്. അത് പോട്ടേന്ന് വയ്ക്കുക, അതൊരു ഇഷ്യൂ ആക്കാതിരിക്കുക. ബട്ട് അത് സുധീരന് സമ്മതിക്കില്ല. സുധീരൻ്റെ കൂട്ടത്തിൽ എനിക്ക് അത്ഭുതം KCBC മദ്യവിരുദ്ധ സമിതി, കേരള കാത്തലിക് ബിഷപ്പ് കോൺഫറൻസിൻ്റെ മദ്യവിരുദ്ധ സമിതി, കേരളത്തിലെ ഏറ്റവും വലിയ അബ്കാരി ലൈസൻസി ആരാണെന്നറിയാമോ? അത് കത്തോലിക്ക സഭയാണ്. പാലാ ബിഷപ്പാണ് ഏറ്റവും വലിയ ലൈസൻസി. ഒരു 10 വർഷം മുമ്പ് ഞാൻ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചു. അപ്പോൾ അവരെനിക്കതിൻ്റെ ഡീറ്റെയിൽസ് തന്നു. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3 ബാറൊക്കെയുള്ള മുതലാളിമാർ, അവർക്കുമുണ്ട് ബാർ ലൈസൻസ്. ബട്ട് പാലാ ബിഷപ്പിൻ്റെ അത്രയും വലിയ ലൈസൻസ് ഇല്ല. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കുർബാനയ്ക്ക് വീഞ്ഞ് ഇറ്റിച്ചു കൊടുക്കണം വിശ്വാസികളുടെ വായിൽ. അതിനായിട്ട് വീഞ്ഞ് വേണം. വീഞ്ഞ് എക്സൈസിൻ്റെ കീഴിലാണ്. അപ്പോൾ അതിന് അബ്കാരി ലൈസൻസ് വേണം. അങ്ങനെ ക്രൈസ്തവ സഭ വീര്യം കുറഞ്ഞ മദ്യത്തിന് ലൈസൻസ് എടുത്ത് വെച്ചിരിക്കുകയാണ് വർഷങ്ങളായിട്ട്, എത്രയോ വർഷങ്ങളായിട്ട്. എന്നിട്ട് മദ്യവിരുദ്ധ സമിതി ഉണ്ടാക്കിയിട്ട് നാട്ടുകാരെ നന്നാക്കാനും ഇറങ്ങിയിരിക്കും. ഇത് മാർത്തോമാ സഭ ഇറങ്ങിയാൽ എനിക്ക് മനസ്സിലാക്കാം. മാർത്തോമാ സഭ വീഞ്ഞിന് പകരം ഈ മുന്തിരിങ്ങായിട്ട് വെള്ളം, ഉണക്കമുന്തിരി തലേദിവസം വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം ആ വെള്ളമാണ് വിശ്വാസികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ വൈൻ എന്നുള്ള പേര് മലയാളത്തിലേക്ക് വീഞ്ഞ് എന്ന് തർജ്ജമ ചെയ്യുകയും അതിൻ്റെ തുല്യമായ വൈൻ എന്ന സാധനം വാങ്ങിച്ച് അത് വിശ്വാസികൾക്ക് ഇറ്റിച്ചാലേ മോക്ഷം കിട്ടുള്ളൂ എന്നുള്ള സമ്പ്രദായം കൊണ്ടുവരികയും ഈ വൈൻ 2, 3 ഇടവകയോ രൂപതയോ എന്താ അവർ പറയുന്നറിയില്ല, അവിടുത്തെ ബിഷപ്പ് ലൈസൻസ് എടുക്കുകയും മറ്റ് പള്ളികളിലേക്ക് വിതരണം ചെയ്യുകയും ചെയ്യും. ഇതിനിടയ്ക്ക് ബ്ലാക്കിൽ വയ്ക്കുന്ന അച്ഛന്മാരും സംഗതിയൊക്കെ ഉണ്ട്. 1995-96 ആണ് സുകുമാർ അഴീക്കോട് വലിയൊരു വെളിപ്പെടുത്തൽ പോലെ നടത്തിയ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ക്രൈസ്തവ സഭയിലെ 65% അച്ഛന്മാരും കള്ളു കുടിക്കുന്നവരാണ് എന്ന് പറഞ്ഞു. അയ്യോ, വലിയ ബഹളമായി. ഇപ്പം മാപ്പ് പറയണം, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. സുകുമാർ അഴീക്കോട് പറഞ്ഞു, ഇത് ക്രൈസ്തവ സഭയിലെ അച്ഛന്മാർ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഏതായാലും 1-2 ദിവസം ബഹളമൊക്കെ ആയിട്ട് ആ വിവാദം അങ്ങ് കെട്ടടങ്ങി. ബട്ട് ക്രൈസ്തവ സഭ ഈ ഇതുപോലത്തെ മദ്യവിരുദ്ധ സമിതിയൊക്കെ ഉണ്ടാക്കുന്നത് അവരുടെ അൽമായരേക്കാൾ കൂടുതൽ അവരുടെ വികാരി അച്ഛന്മാരുടെ ഇടയിൽ തന്നെ മദ്യപാനം നിലനിൽക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ്. അതിൽ ഞാനവരെ കുറ്റം പറയില്ല. അവരുടെ സഭയുടെ പരിശുദ്ധി കാത്തുരക്ഷിക്കേണ്ടത് അവരുടെ ചുമതലയാണ്. പക്ഷേ അവർ സ്വയം വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ലൈസൻസ് എടുക്കുകയും മറ്റുള്ളവർക്ക് ലൈസൻസ് കൊടുക്കാൻ നേരത്ത് കച്ചറയുണ്ടാക്കുകയും ചെയ്യുന്നത് ഒരു സത്യസന്ധതയില്ലായ്മയാണ്. ഇത് ആരും ശ്രദ്ധിക്കാറില്ല. ഇപ്പോഴും ഞാൻ KCBCയെ വെല്ലുവിളിക്കുന്നു. നിങ്ങളുടെ കയ്യിലുള്ള അബ്കാരി ലൈസൻസ് എത്ര ലിറ്ററാണ് എന്ന് നിങ്ങൾ വെളിപ്പെടുത്താമോ? ഞാൻ വിവരാവകാശം വെച്ച് എക്സൈസിൽ പോയത് 10 വർഷം മുമ്പാണ്. അന്നത് മാതൃഭൂമി ചാനൽ വാർത്തയും ചർച്ചയും ഒക്കെ ആക്കിയിരുന്നു. ഇന്നിപ്പോൾ അതിനൊന്നും ആവശ്യമില്ല. സത്യസന്ധരായ ക്രൈസ്തവ സഭാ നേതാക്കൾ തങ്ങളുടെ കയ്യിൽ എത്രായിരം ലിറ്റർ വൈനിനുള്ള ലൈസൻസ് ഉണ്ട് എന്ന് വെളിപ്പെടുത്തണം. അത് ആർക്കൊക്കെയാണോ ഉള്ളതെന്ന് വെളിപ്പെടുത്തണം. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പോട്ടെ എന്ന്. ഞാനതാണ് തുടക്കത്തിൽ പറഞ്ഞത്. നമുക്ക് വൃത്തിയായിട്ട് മദ്യപിക്കണം, അല്ലെങ്കിൽ വൈൻ കൈകാര്യം ചെയ്യണം. വൈൻ 1-2 തുള്ളി വായിലിറ്റിച്ചുകൊണ്ട് എന്ത് സംഭവിക്കാനാണെന്നൊക്കെ പറയും. ഈ ചോദ്യമാണ് സാധാരണ കുടിക്കുന്നവരും ചോദിക്കുന്നത്. നിങ്ങൾ 2 തുള്ളി വായിലിറ്റിച്ചാൽ കുഴപ്പമില്ല, ഞാനൊരു 4 തുള്ളി വായിലിറ്റിച്ച് കഴിഞ്ഞാൽ കുഴപ്പം. ഇതെന്ത് പരിപാടിയാണെന്നാണ് കുടിക്കുന്നവർ ചോദിക്കുന്നത്. നിർഭാഗ്യവശാൽ കുടിക്കുന്നവർക്ക് വോയിസ് ഇല്ലാത്തതുകൊണ്ട് ഒരു മഹാഭാവമായിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. കുടിക്കുന്നത് എല്ലാവരും കുടിക്കുമെങ്കിലും കൂടിയൊരു മഹാഭാവമാണെന്ന് എല്ലാവരും പറയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അവർ തുറന്നിതൊന്നും ചോദിക്കുന്നില്ല. എൻ്റെ അപേക്ഷ
ഇത് തുറന്ന് പറയണം എന്നുള്ളതാണ്. സുധീരൻ ഈ ചോദ്യം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായ മദ്യവിരുദ്ധ സമിതിക്കാരോട് ചോദിക്കണം. സുധീരൻ കേരള പൊളിറ്റിക്സിലെ ഒരു മാസ്റ്റർ ഡിസ്റപ്റ്ററാണ്. ഈ എല്ലാം തകർക്കുന്നൊരു സ്വഭാവക്കാരില്ലേ, അങ്ങനത്തെ ഒരു വ്യക്തിയാണ് സുധീരൻ. സുധീരനെ സ്പീക്കറാക്കി കോൺഗ്രസിൻ്റെ ഉപദ്രവം തീർക്കാൻ കരുണാകരൻ നോക്കി. സുധീരൻ സ്പീക്കർ സ്ഥാനത്തിരുന്ന് ഉപദ്രവിച്ചു. സുധീരനെ ആരോഗ്യമന്ത്രിയാക്കി നോക്കി. സുധീരൻ സമ്മതിച്ചില്ല. സുധീരൻ കച്ചറയുണ്ടാക്കും. അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടിയെ ശ്വാസം മുട്ടിക്കാൻ KPCC പ്രസിഡൻ്റായ സുധീരൻ ഇറങ്ങി. ഉമ്മൻചാണ്ടി വിഷമിച്ചുപോയി. ഇത് കഴിഞ്ഞു. പിണറായി വിജയൻ അധികാരത്തിൽ വന്നു. സുധീരൻ്റെ ആക്ടിവിറ്റി അങ്ങ് നിന്നു. പിണറായി വിജയൻ പൂട്ടിക്കിടന്ന ബാറുകൾ മുഴുവൻ തുറന്നു. പുതിയ ബാറുകൾക്ക് ലൈസൻസ് കൊടുത്തു. സുധീരൻ നിശബ്ദനായിരുന്നു. KCBCയും നിശബ്ദരായിരുന്നു. അതെന്താണ് രഹസ്യം? നിങ്ങളൊരു പ്രിൻസിപ്പിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പിണറായി വിജയനെ അറ്റാക്ക് ചെയ്യണ്ടേ? അത് ചെയ്തില്ല. 10 വർഷം കഴിഞ്ഞ് പിണറായി വിജയൻ മാറി. തുടങ്ങി ബഹളം മദ്യത്തെ ചൊല്ലി. ഇനി മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം. അതെ, ഈ നമ്മളുടെ മദ്യം GSTക്ക് പുറത്തുള്ള ഒരു ഐറ്റമാണ്. മദ്യവും പെട്രോളിയം ഉൽപ്പന്നങ്ങളും. അതിൻ്റെ ടാക്സ് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ സംസ്ഥാനം ടാക്സ് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ധനകാര്യമന്ത്രിയാണ് ടാക്സ് തീരുമാനിക്കുന്നത്. കറക്റ്റ്. ടാക്സ് തീരുമാനിച്ച് അനൗൺസ് ചെയ്യുന്നത് വരെ അത് രഹസ്യമായിട്ടിരിക്കണം. വേണ്ടേ? വേണമല്ലോ, അല്ലെങ്കിൽ പൂഴ്ത്തിവെപ്പ് ഇതുപോലത്തെ പ്രശ്നങ്ങളുണ്ടാകും. അതെ അതെ. അതുകൊണ്ട് VD സതീശൻ അത് രഹസ്യമായിട്ട് വെച്ചു. ബജറ്റിൽ ആ ടാക്സ് പ്രഖ്യാപിച്ചു. ഇതിൽ കൂട്ടുത്തരവാദിത്വത്തിൻ്റെ പ്രശ്നമില്ല. കൂട്ടുത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ എല്ലാവരും ചേർന്ന് എടുക്കുന്ന തീരുമാനം എന്നല്ല അർത്ഥം. എടുത്ത തീരുമാനത്തിന് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്നാണ് അർത്ഥം. മുരളീധരൻ ആരോഗ്യവകുപ്പിൽ ഒരു തീരുമാനം എടുക്കുന്നു. അത് എല്ലാവരുടെയും തീരുമാനമാണ്. എല്ലാവരോടും ആലോചിച്ചിട്ടല്ല ആ തീരുമാനം എടുക്കുന്നത്. പക്ഷേ എടുത്തു കഴിഞ്ഞാൽ അത് എല്ലാവരുടേതുമാണ്. ഒരു മന്ത്രി വേറൊരു മന്ത്രിയെ തള്ളിപ്പറയരുത് എന്നുള്ളതാണ് കൂട്ടുത്തരവാദിത്വത്തിൻ്റെ അടിസ്ഥാനം. അല്ലാതെ എല്ലാ കാര്യങ്ങളും എല്ലാവരും കൂടെ ചർച്ച ചെയ്ത് എല്ലാവരും ഒപ്പുവെച്ച് അങ്ങനെ പ്രായോഗികമായിട്ടൊരു ഭരണം മുന്നോട്ട് പോകുകയില്ല. സകല കാര്യങ്ങളും ക്യാബിനറ്റിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ക്യാബിനറ്റിൽ ചർച്ച ചെയ്യാതെ ഒരു മന്ത്രി എടുക്കുന്ന തീരുമാനം പോലും ക്യാബിനറ്റ് തീരുമാനമായിട്ട് കാണണം. ഇതാണ് കൂട്ടുത്തരവാദിത്വം. അതുകൊണ്ട് കൂട്ടുത്തരവാദിത്വത്തിൻ്റെ ലംഘനമൊന്നും ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല. വാസ്തവത്തിൽ ഈ വീര്യം കുറഞ്ഞ മദ്യം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പോലും വ്യക്തമല്ല. ഇപ്പോൾ വീര്യം കുറഞ്ഞ മദ്യമുണ്ട്, വൈനുണ്ട്, ബിയറുണ്ട്. അതിന് ടാക്സ് സ്ട്രക്ചറുമുണ്ട്. അപ്പോൾ ഇനി വേറെ ഏത് വീര്യം കുറഞ്ഞ മദ്യമാണ് ഇറക്കാൻ പോകുന്നത്? പൈനാപ്പിളിൻ്റെ ഇറക്കും, പാളയംകുടം പഴത്തിൻ്റെ ഇറക്കും എന്നൊക്കെ പറയുന്നതല്ലാതെ ഒന്നും കണ്ടിട്ടില്ല. കേര എന്ന് പറഞ്ഞൊരു സാധനം കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി എൻ്റെ ദൈവമേ. നീര അതുകൊണ്ട് ഒരു സാധനവും കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ആകാശത്തിൽ വെറുതെ അർത്ഥശൂന്യമായിട്ട് കച്ചറയുണ്ടാക്കാനായിട്ട് സുധീരൻ ഇറക്കിവിട്ട ഒരു ഭൂതമാണ്. ഒന്നാം പിണറായി സർക്കാർ ഇത്തരത്തിൽ ഒരു നിർദ്ദേശം കൊണ്ടുവന്നു. അതായത് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ അനുമതി കൊടുക്കാം. പക്ഷേ ഇതിൻ്റെ നികുതി ഘടന തീരുമാനിച്ചിരുന്നില്ല. രണ്ടാം പിണറായി സർക്കാർ അത് പ്രോത്സാഹിപ്പിച്ചില്ല. കാരണം 250% വീര്യമുള്ള അല്ലെങ്കിൽ മദ്യത്തിൻ്റെ നികുതി. ഇത് അതിൽ നിന്നും കുറച്ചു കൊണ്ടുവരുമ്പോൾ വരുമാനം കുറയും എന്നുള്ളൊരു വിഷയമുണ്ട്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ VD സതീശനാണ് ഈ ഒരു നിർദ്ദേശം വെച്ചിരിക്കുന്നത്. വീര്യത്തിനനുസരിച്ച് 120% നികുതി, 177% നികുതി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ മദ്യത്തിൻ്റെ ലഭ്യത കൂടും എന്നുള്ളതാണ് ഇതിനെ എതിർക്കുന്നവരുടെ ഒരു വാദം. അതായത് കൂടുതൽ മദ്യം വാങ്ങി എല്ലാവരും കുടിക്കും എന്നുള്ളതാണ് അവരുടെ ഭയം. അത് ഒരു ശരിയായ റീഡിംഗ് അല്ല. കുടിക്കുന്ന ആളുകളുടെ സ്വഭാവം നോക്കുക. അവർ വില കൂടിയാലും കുറഞ്ഞാലും കുടിക്കാനുള്ളത് അവർ കുടിച്ചിരിക്കും. നമ്മളെന്തെല്ലാം ചെയ്ത് നോക്കി നാട്ടിൽ. ഇപ്പോൾ 251% ടാക്സ് ആണെന്നൊക്കെ പറയുന്നു. ഞാൻ അറിഞ്ഞിട്ടുള്ളത് 600% വരെ ടാക്സ് ഉള്ള മദ്യമുണ്ട് എന്നാണ്. ഓക്കെ, ശരി, എന്ത് വാങ്ങിക്കോട്ടെ എന്ന് വെച്ച് 251% നമ്മൾ വെച്ചാൽ പോലും അത് അത്രയും വലിയ ടാക്സ് പിരിക്കുന്നത് കൊണ്ട് നമ്മുടെ കൺസംഷൻ കുറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കഴിഞ്ഞ ഒരു 10-25 വർഷമായിട്ട് നമ്മളുടെ കൺസംഷൻ ഏകദേശം അതുപോലെ നിൽക്കുന്നു. ഇന്ത്യയിൽ പെർ ക്യാപിറ്റ കൺസംഷൻ ആൽക്കഹോളിൻ്റെ എടുത്തു കഴിഞ്ഞാൽ 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തുമായിട്ട് മാറി മാറി കേരളം നിൽക്കുന്നുണ്ട്.
അത് സത്യമാണ്. അതുകൊണ്ട് വില കൂട്ടിയത് കൊണ്ടൊന്നും ഇതിൻ്റെ കൺസംഷൻ കുറയില്ല. ആൾക്കാരുടെ പോക്കറ്റ് കാലിയാകും എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് വളരെ പാവപ്പെട്ടവരുടെ സാമൂഹ്യമായി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും താഴെക്കിടയിലുള്ളവരുടെ ബജറ്റിലാണ് ഇതിൻ്റെ വാസ്തവത്തിൽ ദ്വാരം വീഴുന്നത്. ഈ വില കൂട്ടിക്കഴിയുമ്പോൾ ദ്വാരം വീഴും എന്നുള്ളത് ഉറപ്പാണ്. 50 രൂപയുടെ മദ്യത്തിന് 60 രൂപയായി എന്ന് വിചാരിച്ച ഒരാൾ കുടി നിർത്തി എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. അതൊരു സ്വഭാവമല്ലേ. അതെങ്ങനെ നിൽക്കാനാണ് നിങ്ങൾ വില കൂട്ടിക്കഴിഞ്ഞാൽ? ആ കൂടിയ വില അയാൾ കൊടുക്കും, എവിടെ നിന്നെങ്കിലും കടം വാങ്ങും, കക്കും, മോഷ്ടിക്കുകയും പിടിച്ചു പറിക്കുകയും എന്തെങ്കിലും ചെയ്യും. അയാൾക്കത് കിട്ടിയേ മതിയാകൂ. അതല്ലേ യാഥാർത്ഥ്യം അതല്ലേ. നമ്മളത് ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പിന്നെ ഇത് അഫോർഡ് ചെയ്യാവുന്ന വലിയൊരു ജനവിഭാഗം കേരളത്തിലുണ്ട് എന്നുള്ളത് നിഷേധിക്കാൻ പറ്റുമോ? കേരളത്തിൽ 56 റിട്ടയർമെൻ്റ് ഏജ്. 56 വയസ്സിൽ റിട്ടയർ ചെയ്യുന്ന ആളിന് സാമാന്യം സുഭിക്ഷമായിട്ട് കഴിയാനും കള്ളു കുടിക്കാനുമുള്ള കാശ് പെൻഷനായിട്ട് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. കേരള സർക്കാരും കൊടുക്കുന്നുണ്ട്, കേന്ദ്ര സർക്കാരും കൊടുക്കുന്നുണ്ട്. അന്യായ പെൻഷനല്ലേ നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് കേന്ദ്ര സർക്കാർ, കേരള സർക്കാർ ഉദ്യോഗസ്ഥരോട് ചോദിച്ചു നോക്കുക. അവർ പറയും ആണ്, പക്ഷേ അത് പുറത്ത് പറയില്ലേ എന്ന് പറയും. ഈ കാശൊക്കെ 56 വയസ്സിൽ അടിച്ചു പൊളിക്കാനുള്ള കാശ് ഒരാളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ 56 വയസ്സിൽ വലിയ ആരോഗ്യ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ലല്ലോ. അപ്പോഴാണ് ഇപ്പോഴും ബാറുകളിൽ നോക്ക്, ഞാൻ കയറി നോക്കിയിട്ടുണ്ട് ബാറുകളിൽ 75% ബാറുകളിലുള്ളത് കിളവന്മാരാണ്, 60 വയസ്സ് കഴിഞ്ഞവരാണ്. ചെറുപ്പക്കാരുടെ എണ്ണം കുറവാണ്. ചെറുപ്പക്കാരുടെ കുടി വേറൊരു സ്റ്റൈലാണ്. അവർ അച്ഛൻ്റെ അമ്മയുടെ ഒന്നും കാശ് സ്വരുക്കൂട്ടിയിട്ട് പോയി ഒരു കുപ്പി വാങ്ങിച്ചുകൊണ്ട് വന്ന് രഹസ്യമായിട്ട് എവിടെയെങ്കിലും ഒളിവോ മറവോ ഉള്ള സ്ഥലത്തിരുന്നാണ് കുടിക്കാറുള്ളത്. അല്ലാതെ അവരങ്ങനെ ബാറിൽ കയറി കുടിക്കാറൊന്നുമില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ പുതുതലമുറ നശിച്ചു പോകും. പുതുതലമുറ അങ്ങനെ നശിക്കുന്നൊന്നുമില്ല. പുതുതലമുറ വേറൊരു വഴിക്കാണ് പോകുന്നത്. പഴയ തലമുറയാണ് ഈ കുടിയും പരിപാടിയൊക്കെ ആയിട്ട് കഴിയുന്നവർ. പിന്നെ ഈ സ്വഭാവം വിടണമെങ്കിൽ ഒരു 70 കഴിയണം. 70 കഴിഞ്ഞാൽ ഈ കക്ഷികൾക്ക് ഒരു അസുഖമൊക്കെ തുടങ്ങും. അതുകൊണ്ട് അവരുടെ കുടി നിൽക്കും. കുടി കൊണ്ടുണ്ടായ അസുഖങ്ങളല്ല, അല്ലാത്ത അസുഖങ്ങൾ വരുമല്ലോ. ആ അസുഖങ്ങൾ വന്നു കഴിയുമ്പോൾ കുടിക്കാൻ വയ്യാത്ത സ്ഥിതിയാകും. അങ്ങനെ അവരുടെ കുടി കുറയും. ഇതൊക്കെയാണ് സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കള്ള് നമുക്ക് നമ്മുടെ നാട്ടിലൊരു വ്യാപകമായി ചെത്തി വിൽക്കപ്പെട്ടിരുന്നു. കള്ള് ഷാപ്പുകൾ അനുവദിക്കുന്നതിന് മാനദണ്ഡമുണ്ട്, കള്ള് ഷാപ്പുകൾ സ്ഥാപിക്കുന്നതിന് മാനദണ്ഡമുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഞാൻ ഈ കള്ളിൻ്റെ കാര്യം ഒന്ന് പരിശോധിച്ചു. കള്ളിൻ്റെ കാര്യം പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ഒരു വലിയ വിവേചനം അവിടെ നിലനിൽക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഒരു 5 സ്റ്റാർ ബാറ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിദേശ മദ്യ വിൽപ്പനശാലയ്ക്ക് 200 മീറ്റർ ദൂരപരിധി പാലിച്ചാൽ മതി. പക്ഷേ കള്ള് ഷാപ്പാണെങ്കിൽ 400 മീറ്റർ ദൂരപരിധി പാലിക്കണം. ഓർക്കേണ്ടത് മദ്യത്തിൻ്റെ നമ്മളിപ്പോൾ വിൽക്കുന്ന ഈ ബാറുകളിലൊക്കെ തന്നെ വിൽക്കുമ്പോൾ അവിടെ ആൽക്കഹോൾ കണ്ടൻറ്റ് 49-50% ഒക്കെയാണ്. ഈ കള്ളിലാണെങ്കിൽ 10% താഴെയാണ്. അവിടെയാണ് ഈ ഒരു വിവേചനം വരുന്നത്. അതുപോലെ തന്നെ ഈ ബാർ ലൈസൻസ് കൊടുക്കുന്നതിലും കള്ള് ഷാപ്പ് നടത്തിപ്പിന് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലും വലിയ വിവേചനമുണ്ട്. ഇപ്പോൾ വലിയ നല്ല ഫെസിലിറ്റി ഉണ്ടാക്കി ഒരു കള്ള് ഷാപ്പ് നടത്തുവാൻ ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിന് തന്നെ ലൈസൻസ് കിട്ടണമെന്നില്ല. ഇങ്ങനെ ബാർ ലൈസൻസ് ആണെങ്കിൽ അതിൻ്റെ നിശ്ചിത ഫീസ് ഒടുക്കി പുതുക്കിക്കൊണ്ടേയിരിക്കാം. ഇത്തരത്തിൽ ഉള്ള ഒരു കാര്യം ഈ നമ്മുടെ നാട്ടിൽ നിൽക്കുന്നത് ഇതൊരു വിവേചനമല്ലേ? തീർച്ചയായിട്ടും വിവേചനമാണ്. അതെ, കള്ളിൻ്റെ കാര്യത്തിൽ പണ്ട് കാലത്ത് തിരുവിതാംകൂർ മഹാരാജാവ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്തെ നിയമങ്ങളാണ് കള്ള് ഷാപ്പുകൾക്ക് ബാധകം. ബാറ് പിന്നീട് വന്നതാണ്. അക്കാലത്ത് വിദേശ മദ്യം എന്ന് പറഞ്ഞ സാധനം ഇല്ലല്ലോ. എല്ലാവരും കുടിക്കുന്നത് കള്ളാണ്, അല്ലെങ്കിൽ ചാരായമാണ്. ചാരായം ഇടയ്ക്ക് നിരോധിച്ചും കളഞ്ഞു. അപ്പോൾ കള്ളിൻ്റെ ചട്ടങ്ങൾ അതുപോലെ നിലനിന്നു. ഇപ്പോഴും ഈ കേരളത്തിലേക്ക് വ്യാജക്കള്ളൊഴുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പരിപാടി ആരോപണമൊക്കെ കേൾക്കാമല്ലോ. അത് പൊളിക്കുന്ന ഒരു റിപ്പോർട്ടായിരുന്നു രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട്. അത് 2014 മറ്റോ അന്വേഷണ കമ്മീഷനായിട്ട് വെച്ച് അദ്ദേഹം തയ്യാറാക്കിയ റിപ്പോർട്ട്. സാമാന്യം വലിയ റിപ്പോർട്ടാണ്, 10-600 പേജുള്ളത്. അദ്ദേഹം അന്തിക്കാടും ചിറ്റൂരും പോയിട്ട് വെളുപ്പിനെ
കള്ള് ചെത്തുന്ന ആൾക്കാരുടെ കൂടെ പോയി അവരുടെ തെങ്ങിൻ്റെ ചോട്ടിൽ നിന്ന് അവർ ഊറ്റിയെടുക്കുന്ന കള്ള് എത്രയാണെന്ന് അളന്ന് ഒക്കെ നോക്കിയിട്ട് അദ്ദേഹം ആ റിപ്പോർട്ടിൽ എഴുതി കേരളത്തിൽ പണ്ട് 1950-52 കാലഘട്ടത്തിൽ തീരുമാനിച്ചതാണ് ഒരു തെങ്ങിൽ നിന്ന് കിട്ടുന്നത് മാക്സിമം 5 ലിറ്ററാണ് എന്ന്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, തെങ്ങിൻ്റെ ഇനം മാറി എത്ര ജനറേഷൻസ് കഴിഞ്ഞു. തെങ്ങിൽ നിന്ന് കൂടുതൽ കള്ള് കിട്ടുന്നു. 8 ലിറ്ററും 10 ലിറ്ററും ഒരു തെങ്ങിൽ നിന്ന് 11 ലിറ്റർ വരെ, അതായത് സർക്കാർ തീരുമാനിച്ച കള്ളിനേക്കാൾ ഇരട്ടി 11 ലിറ്റർ വരെ കിട്ടുന്നു. ഈ കള്ള് നമ്മൾ ഷാപ്പിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത്ര തെങ്ങിന് ഇത്ര കള്ളെന്നുണ്ട്, അതിൽ കൂടുതൽ കള്ള് വന്നു കഴിഞ്ഞാൽ അത് വ്യാജക്കള്ളായിട്ടാണ് അക്കൗണ്ട് ചെയ്യപ്പെടുന്നത്. വാസ്തവത്തിൽ അത് വ്യാജമല്ല, നല്ല കള്ളാണത്. ഇതൊക്കെ പരിശോധിക്കേണ്ടതാണ്, ഈ നിയമങ്ങൾ മാറ്റേണ്ടതാണ്. ഈ പറഞ്ഞ ലേലം പണ്ട് മുതലേ തുടങ്ങിയതാണല്ലോ. ഈ ലേലം പരിപാടി നിർത്തിയിട്ട് ബാറ് പോലെ കള്ള് ഷാപ്പിന് ലൈസൻസ് കൊടുക്കേണ്ടതാണ്. അത് പുതുക്കിയിട്ട് ഒരു പെർമനൻറ്റ് ബിസിനസ്സായിട്ട് അയാൾക്ക് നടത്താൻ പറ്റേണ്ടത്. അടുത്ത കൊല്ലം ലേലത്തിൽ വേറെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇയാളുടെ കച്ചവടം പൂട്ടി, ഇയാളുടെ തൊഴിലാളിയും വീട്ടിൽ പോകണം. ചെത്തുകാർക്ക് മാറ്റം ഉണ്ടാവില്ല, അവർ കണ്ടിന്യൂസ് ആണ്. ബട്ട് ബാക്കിയുള്ള തൊഴിലാളികളിൽ സെറ്റപ്പും ഒക്കെ പോയി, ഇയാൾ വീട്ടിൽ പോയിക്കോണം. ഈ കാര്യം ഇപ്പോഴും നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. കള്ള് ഷാപ്പിന് 400 മീറ്റർ ദൂരപരിധി എന്തിന്? തിരുവനന്തപുരം നഗരത്തിൽ കണ്ണായ സ്ഥലത്ത് ഞാൻ ലിയോയെ കാണിച്ചു തരാം, ബാറും ക്ഷേത്രവും തമ്മിൽ വെറും 10 മീറ്റർ വ്യത്യാസത്തിൽ, 10 മീറ്റർ 30 അടി. ഞാൻ പേരൊന്നും പറയില്ല, വെറുതെ പാവം ആരെങ്കിലുമൊക്കെ ജീവിച്ചു പോട്ടെ. ബട്ട് ഇറ്റ് ഈസ് ദെയർ. എല്ലാവരും ഈ പറഞ്ഞ മഹാരാജാക്കന്മാർ മുഴുവൻ ആ റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നതാണ്, മുഖ്യമന്ത്രി മുതൽ പ്രധാനമന്ത്രി വരെ. ആരും ഒന്നും ചെയ്യാറൊന്നുമില്ല, ആർക്കും ഒരു കുഴപ്പവും തോന്നിയിട്ടുമില്ല. ഈ ദൂരപരിധി എന്നൊക്കെ പറയുന്നത് കേരള ഹൈക്കോടതിയിൽ ഒരിക്കൽ ഇത് ചർച്ചയിൽ വന്നിരുന്നു. ഗുരുവായൂർ ഒരു ബാറ് കൊടുക്കുന്ന വഴക്ക്, ബാറിന് അപ്ലൈ ചെയ്തു, ബാർ കൊടുക്കില്ല എന്ന് സർക്കാർ. ഗുരുവായൂരാണ് പവിത്രമാണ് എന്നൊക്കെ പറഞ്ഞ് ഹൈക്കോടതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി പറഞ്ഞു, അവിടെ ഓൾറെഡി 2 ബാറുണ്ട്, മൂന്നാമത്തത് കൊടുക്കാനാണോ നിങ്ങൾക്ക് സൂക്കേട്? നിങ്ങളൊരു കാര്യം ചെയ്യും, ഗുരുവായൂരിനെ മദ്യമുക്ത ടൗൺഷിപ്പായിട്ട് പ്രഖ്യാപിക്കുക. സർക്കാരിന് അതിന് അവകാശമുണ്ട്. ഗുരുവായൂരിൻ്റെ ഒരു 2 കിലോമീറ്റർ അല്ലെങ്കിൽ 4 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലം മദ്യമുക്തമാണ്. അവിടെ മദ്യം വിൽക്കാനും പാടില്ല, കുടിക്കാനും പാടില്ല, കൊണ്ട് നടക്കാനും പാടില്ല, കൈവശം വയ്ക്കാൻ പാടില്ല. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. സർക്കാർ അതിന് തയ്യാറല്ല. കോടതി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ബാറിന് ലൈസൻസ് കൊടുക്കുക. ഇന്ത്യയിലെ തന്നെ വലിയ അബ്കാരി നമ്മളുടെ വിജയ് മല്യ, യുണൈറ്റഡ് ബ്രൂവറീസ്, അവരാണ് 18-ാം പടി പഞ്ചലോഹം പൊതിഞ്ഞതും അവിടെ ഇവിടെയൊക്കെ സ്വർണം പൊതിഞ്ഞതും മൊത്തം ശ്രീകോവിലടക്കം പൊതിഞ്ഞതും ബാറുകാരനല്ലേ, കള്ള് കച്ചവടക്കാരനല്ലേ. അതിനെ ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ കറുത്ത ഫലിതം, ബ്ലാക്ക് ഹ്യൂമർ എന്നാണ് വിളിച്ചത്. നിങ്ങളിങ്ങനെ ചെയ്യുന്നു, എന്നിട്ട് ദേവാലയത്തിൽ നിന്ന് 200 മീറ്റർ വേണം, 500 മീറ്റർ വേണം എന്നൊക്കെ. ദേവാലയം സ്വർണം പൊതിഞ്ഞിരിക്കുന്ന അബ്കാരിയാണ്, അതിനൊരു കുഴപ്പമില്ല. ഇതൊക്കെ ഈ കാപട്യത്തിൻ്റെ അങ്ങേയറ്റമാണ് ഇതെല്ലാം. ബട്ട് അതിന് ഞാൻ അംഗീകരിക്കുന്നു കേട്ടോ, കാരണം കുറേ കാപട്യത്തിലൂടെയാണ് മനുഷ്യജീവിതം മുന്നോട്ട് പോകുന്നത്. ശരി, പൊക്കോട്ടെ. അതിനകത്ത് ഒരാളുടെ നേർക്ക് വേറെ കൃത്യം കാണിക്കരുത്. കള്ള് ഷാപ്പ് എന്തോ കുറഞ്ഞ സാധനമാണ്, മോശക്കാരാണ്, അവർ മാറി നിൽക്കാൻ പറ. ബാറുകാർ വലിയ മിടുക്കന്മാരാണ്, അവർക്ക് ലൈസൻസ് ഇഷ്ടം പോലെ. അതൊരു ശരിയല്ല. ഇപ്പം ഈ 4 സ്റ്റാർ 5 സ്റ്റാർ എന്നൊക്കെ പറയുന്നുണ്ടല്ല, ഇതെല്ലാം ITDCയുടെ ഇന്ത്യൻ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ മാത്രമാണ്. നിയമത്തിൽ അതിന് യാതൊരു വിലയുമില്ല. നിയമപരമായിട്ട് 4 സ്റ്റാർ ബാറും ഇല്ല, 5 സ്റ്റാർ ബാറും ഇല്ല. അപ്പോൾ സർക്കാരിൻ്റെ ഒരു ടൂറിസം പ്രോത്സാഹിപ്പിക്കാനായിട്ട് 5 സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് പരസ്യം ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാർ റേറ്റിംഗ് സമ്പ്രദായമാണ്, വകുപ്പ് കൊടുക്കുന്ന ഒരു പേരാണത്. അതുകൊണ്ടാണ് ചില ഹോട്ടലുകളൊക്കെ 7 സ്റ്റാർ എന്ന് പറയും. ഇനി ഇച്ചിരി കൂടെ മൂത്ത് കഴിയുമ്പോൾ ഒരാൾ 9 സ്റ്റാർ എന്ന് എഴുതി വയ്ക്കും. എഴുതിയാൽ എഴുതിയതാണ്, അങ്ങനെ എഴുതിക്കൂടാൻ നിയമമൊന്നുമില്ല, നിയമമേ ഇല്ല സ്റ്റാറിന്. അങ്ങനെയുള്ളൊരു സമ്പ്രദായമാണിത്. അതിൻ്റെ പുറത്താണ് ഈ വാചകമൊക്കെ അടിക്കുന്നത്. ഞാനിത് 5 സ്റ്റാർ എന്ന് വെച്ചാൽ എന്താ എന്ന് അന്വേഷിച്ചു. 4 സ്റ്റാറിൻ്റെ കൂടെ ഒരു സ്വിമ്മിംഗ് പൂൾ വെച്ച് കഴിഞ്ഞാൽ 5 സ്റ്റാർ കാറ്റഗറി ആകും, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് പല ഹോട്ടലുകളും എന്ത് ചെയ്തു,
അവരുടെ ഫസ്റ്റ് ഫ്ലോറിലെങ്കിലും ഒരു സ്വിമ്മിംഗ് പൂൾ, ഒരു ചെറിയ സ്വിമ്മിംഗ് പൂൾ മതിയല്ലോ, ഒരു 20 അടി നീളം 10 അടി വീതിയിൽ കുറേ വെള്ളം നിറച്ചിട്ട് കഴിഞ്ഞാൽ അതിലാരും കുളിക്കുകയൊന്നുമില്ല. പക്ഷേ ആ സാധനം ഉണ്ടാവണം. ഇയാൾക്ക് 5 സ്റ്റാർ 5 സ്റ്റാർ ആയിക്കഴിഞ്ഞാൽ ഇയാളുടെ വാടക ഇയാൾക്ക് കൂട്ടാൻ പറ്റും. 2500 ഉള്ളത് 4500 1500 ഒക്കെ ആയിട്ട് കൂട്ടാൻ പറ്റും. ഇതൊക്കെയാണ് അവിടെ നടക്കുന്ന കളി. ഇതിലൊന്നും പെടാതെ മാറി നിൽക്കുകയാണ് പാവം ആ കള്ള് ഷാപ്പ്. ലിയോ പറഞ്ഞത് ശരിയാണ്, കള്ള് ഷാപ്പുകാരോട് കാണിക്കുന്നത് അന്യായമാണ്. ഇപ്പോൾ ഈ വീര്യം കുറഞ്ഞ മദ്യം പ്രോത്സാഹിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് കള്ളിനെ പ്രോത്സാഹിപ്പിച്ചാൽ പോരെ സാർ? തീർച്ചയായിട്ടും കള്ളിന് വീര്യം ഇതിനേക്കാളൊക്കെ ഇച്ചിരി കൂടുതലാണ് കേട്ടോ. ഓക്കെ. വൈനിനേക്കാളും ബിയറിനേക്കാളും കൂടുതലാണ് കള്ളിന് വീര്യം. ബട്ട് സ്റ്റിൽ അത് വീര്യം കുറഞ്ഞ കാറ്റഗറിയിൽ പെടുത്താവുന്നതേ ഉള്ളൂ. ബട്ട് അപ്പോഴും ഇതിൽ നിന്നൊക്കെയുള്ള വരുമാനം സർക്കാരിനൊരു പ്രശ്നമാണല്ലോ. ഓക്കെ. വരുമാനം കിട്ടണമല്ലോ. വാസ്തവത്തിൽ സർക്കാർ ഈ നാട്ടുകാരുടെ കുടി നിർത്താനായിട്ട് അധ്വാനിക്കാതെ ഇതിൽ നിന്ന് ക്ലവറായിട്ട് എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ടാക്സ് പിരിക്കാം എന്ന് നോക്കുക. കാരണം GSTയിലില്ലാത്ത സാധനമാണ് മദ്യം. അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ബാർ ലൈസൻസ് കൊടുക്കുന്നത് എത്ര തവണ സുപ്രീം കോടതിയിൽ ഇതിൻ്റെ കേസ് പോയിട്ടുണ്ടെന്നറിയാമോ? നാഷണൽ ഹൈവേയിൽ നിന്ന് 100 അടി മാറിയിട്ട് മാത്രമേ ബാറ് പാടുള്ളൂ. സുപ്രീം കോടതി ഒരിക്കലും വിധിച്ചു. അപ്പോൾ അത് വിധിച്ചത് എനിക്ക് തോന്നുന്നത് ആന്ധ്രയുടെ ഒരു കേസിലാണെന്ന് തോന്നുന്നു. കേരളത്തിനും അത് ബുദ്ധിമുട്ടായി. കേരളം എന്ത് ചെയ്തു? കേന്ദ്രവുമായിട്ട് ആലോചിച്ചിട്ട് 3, 4, 5 ബാറ് നിപ്പുണ്ട് ഈ പരിധിക്കുള്ളിൽ. അത് നാഷണൽ ഹൈവേ അല്ലാതെയാക്കി. നാഷണൽ ഹൈവേ ആണെങ്കിലല്ലേ ഈ ദൂരം പാലിക്കേണ്ടതുള്ളൂ. അത് നാഷണൽ ഹൈവേ അല്ല എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു. അപ്പോൾ സുപ്രീം കോടതി എന്ത് ചെയ്യും? സുപ്രീം കോടതി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എവിടെയെങ്കിലും വയ്ക്കപ്പം ഞങ്ങൾ ഇതിൽ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി കൈ കഴുകി. ഇതൊക്കെ ഈ ജനജീവിതവുമായിട്ട് ബന്ധിപ്പിച്ചുള്ള കാര്യങ്ങൾ വന്നു കഴിയുമ്പോഴുണ്ടല്ലോ, കേന്ദ്രമാണെങ്കിലും കേരളമാണെങ്കിലും സഹകരിച്ച് രാത്രിക്ക് രാത്രി നോട്ടിഫൈ ചെയ്തിട്ട് ഇത് മാറ്റും. സ്റ്റേറ്റ് ഹൈവേ നാഷണൽ ഹൈവേ ആക്കും, അല്ലെങ്കിൽ നാഷണൽ ഹൈവേയുടെ സബ് ഹൈവേ ആക്കുക. അങ്ങനെ പലവിധ വകുപ്പുകൾ വെച്ചിട്ട് രക്ഷപ്പെട്ട് കളയും. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. ഒരു ഓണസ്റ്റായിട്ട് ടാക്സ് പിരിക്കാൻ സർക്കാരിന് സാധിക്കണം. ടാക്സ് കുറച്ചോ, ഇപ്പോൾ മദ്യത്തിൻ്റെ ടാക്സ് കുറച്ചത് കൊണ്ട് ആൾക്കാരുടെ കുടി കൂടാനൊന്നും പോകുന്നില്ല. വെറുതെ മദ്യം കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിക്കാത്തവർ പോയി കുടിക്കുമോ? എത്രയോ കല്യാണത്തിന് ഇതിനൊക്കെ മദ്യം ഓഫർ ചെയ്യാറില്ലേ? എല്ലാവരും കുടിക്കുന്നുണ്ടോ? 1, 2 പേര് നമുക്ക് കാണാം, സൂത്രത്തിന് അവർ എണീറ്റ് പുറകിലേക്ക് പോകുന്നത് കാണാം. നമുക്കറിയാം അവർ ഇന്ന കാര്യത്തിനാണ് പോകുന്നത്. പക്ഷേ പന്തലിലിരിക്കുന്ന ഓഡിറ്റോറിയത്തിലിരിക്കുന്ന എല്ലാവരും കൂടെ എണീറ്റ് പോയി കള്ളു കുടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഫ്രീ ആയിട്ടാണ് അവിടെ കിട്ടുന്നത്. കല്യാണത്തിന് പോയതല്ലേ, ഫ്രീ ആണ്. ബട്ട് കുടിക്കില്ല. അതുകൊണ്ട് ഇതിൻ്റെ വിലയോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നതോ ഒന്നും ഇതിൻ്റെ വിഷയമല്ല. കുടി ഒരു സ്വഭാവമാണ്. അത് വേറൊരു രീതിയിൽ സംസ്കാരത്തിൻ്റെ തലത്തിൽ നേരിടേണ്ടതാണ്. അത് നേരിടാൻ കഴിയാഞ്ഞിട്ട് ഈ സുധീരനും പിന്നെ ക്രൈസ്തവ സഭയൊക്കെ കൂടെ നാട്ടുകാരെ ഉപദ്രവിക്കാൻ ഇറങ്ങിയിരിക്കുക. എന്തൊരു കഷ്ടമാണ്. അല്ല സാർ, ഒരു ചോദ്യം കൂടി. ഏതായാലും ഈ കഴിഞ്ഞ 2 ദിവസമായി ഉയരുന്ന ഒരു പരാതി അല്ലെങ്കിൽ ഒരു വിവാദം സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവരുന്നത് പല കാര്യങ്ങളിലും കഴിഞ്ഞ സർക്കാർ ചെയ്തു വന്നപ്പോൾ അവരെ എതിർക്കുകയും ഇപ്പോൾ അധികാരത്തിലെത്തിയപ്പോൾ അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം PM ശ്രീയുടെ കാര്യത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ വീര്യം കുറഞ്ഞ മദ്യം അത് 1ാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് അവർ നടപ്പിലാക്കാൻ ശ്രമിച്ചതാണ്. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ തന്നെ ഇത് എന്താണ്, U-ടേൺ സർക്കാരാണോ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. ഇതിലെന്താണ് അങ്ങയുടെ അഭിപ്രായം? ഈ U-ടേൺ സർക്കാർ എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയത്തിലെ ഒരു നമ്പറാണത്. ഏകദേശം എല്ലാ കാര്യത്തിനും ഓപ്പോസിഷൻ ഭരണകക്ഷിയെ എതിർക്കും. നമ്മുടെ നാട്ടിലെ ഒരു കൾച്ചർ അതാണ്. ഭരണകക്ഷി എത്ര നല്ല കാര്യം കൊണ്ടുവന്നാലും പ്രതിപക്ഷം എതിർക്കുന്നതാണ് പ്രതിപക്ഷം. അതുകൊണ്ടല്ലേ ഓപ്പോസിഷൻ എന്നതിൻ്റെ പേര്. ഒപ്പോസ് ചെയ്യാനുള്ളതല്ലേ അതിൻ്റെ ഡ്യൂട്ടി. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ന്യായീകരിക്കും. ഭരണകക്ഷിയാകുമ്പോഴോ മറ്റേ ആൾ ചെയ്ത അതേ കാര്യം ഇവർ തുടരാൻ കാര്യമുണ്ട്. ബേസിക്കലി ആ കാര്യം നല്ലതായിരുന്നു, അതുകൊണ്ട് ഇവർ തുടരുന്നു. അത് U-ടേൺ ഒന്നുമല്ല, ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. എത്രയോ കാര്യത്തിൽ കേന്ദ്രത്തിലും അങ്ങനെയല്ലേ. ഇപ്പോൾ കാർഷിക നിയമങ്ങൾ നരേന്ദ്രമോദി പിൻവലിച്ച നിയമങ്ങൾ, ആ നിയമങ്ങൾ ആദ്യം നടപ്പിലാക്കണം എന്ന് ഡിമാൻഡ് ചെയ്തത് കോൺഗ്രസ് ആയിരുന്നു.
പക്ഷേ കോൺഗ്രസ് അത് നടപ്പിലാക്കുന്നതിന് മുമ്പേ അവരുടെ ഭരണം പോയി, മൻമോഹൻ സിംഗിൻ്റെ ഭരണം പോയി, നരേന്ദ്രമോദി വന്നു. ഇത് നല്ലതാണല്ലോ എന്ന് ബി ജെ പിക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ ബി ജെ പി അത് നടപ്പിലാക്കിയപ്പോൾ കോൺഗ്രസ് ഭീകരമായിട്ട് എതിർക്കുകയും കർഷക വിരുദ്ധമാണെന്നൊക്കെ പറയും. ഫൈനലി ആ ബില്ല് വിത്ഡ്രോ ചെയ്തു. ഇത് കേന്ദ്രത്തിൽ നടക്കുന്നുണ്ട്, മറ്റ് പല സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട് ഇതുപോലെ. എന്തായാലും വി ഡി സതീശൻ ചെയ്ത കുറേയേറെ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഈ വീര്യം കുറഞ്ഞ മദ്യം, അത് നമ്മുടെ കള്ളിനെ പ്രോത്സാഹിപ്പിക്കാം, പക്ഷേ ആ ഒരു തീരുമാനത്തെ അടിസ്ഥാനപരമായി അങ്ങ് തെറ്റ് കാണുന്നില്ല. ഞാനതിൽ തെറ്റ് കാണുന്നില്ല. കാരണം ഇതൊക്കെ ട്രിവിയൽ ഇഷ്യൂസാണ്, നിസ്സാര ഇഷ്യൂസാണ്. അത് കിള്ളിപ്പൊളിച്ച് എന്തെങ്കിലും തെറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും. ബട്ട് ഐ എം നോട്ട് പ്രിപ്പയർഡ് ടു ഡു ദാറ്റ്. ഇതിൽ ബേസിക്കലി നടക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? വി ഡി സതീശനെ നാട്ടുകാരും പിന്നെ കുറേ ചാനലുകാരും കൂടെയാണ് മുഖ്യമന്ത്രിയാക്കിയത്, കോൺഗ്രസ്സുകാരല്ല. കോൺഗ്രസ് MLA-മാർ KC വേണുഗോപാലിൻ്റെ കൂടെയായിരുന്നു, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. കുറേ പേര് രമേശ് ചെന്നിത്തലയുടെ കൂടെയായിരുന്നു. വി ഡി സതീശനാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തല ഗുരുവായൂരപ്പൻ്റെ കാൽക്കൽ ചെന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ. അല്ലെങ്കിൽ ആ ദിവസം ഓടി ഗുരുവായൂർ പോകേണ്ട കാര്യം എന്താ? രമേശ് ചെന്നിത്തല ഡെസ്പറേറ്റ് ആയിരുന്നു ആ മനുഷ്യൻ. നോ പ്രോബ്ലം, തന്നെക്കാൾ ജൂനിയറാണെന്ന് അദ്ദേഹം വിചാരിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ ശരി, ഒടുവിൽ ഗത്യന്തരമില്ലാതെ ആഭ്യന്തരമന്ത്രിയായി. ഇതിൻ്റെയൊക്കെ കയ്പുണ്ട്. സുധീരൻ വി ഡി സതീശനെ പിന്തുണച്ച ഒരാളാണ്. ആ പിന്തുണച്ച് വി ഡി സതീശൻ യോഗ്യനായതുകൊണ്ടല്ല, സുധീരൻ്റെ മാനിപ്പുലേഷൻ ഏറ്റവും പറ്റിയ ആൾ സതീശനാണ്. ഇപ്പോൾ സതീശൻ്റെ സ്ഥാനത്ത് KC വേണുഗോപാലോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ ആയിരുന്നെങ്കിൽ സുധീരന് ഇത്ര സ്മൂത്തായിട്ട് അങ്ങ് കയറി ഷൈൻ ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അപ്പോൾ സുധീരൻ നോക്കിയപ്പോൾ എൻ്റെ കൈക്ക് വഴങ്ങുന്ന ഒരു മുഖ്യമന്ത്രി ഇരിക്കുന്നതാണ് എനിക്ക് നല്ലത്. എനിക്കിടയ്ക്കിടയ്ക്ക് കൊടി പിടിക്കുകയും കച്ചറ ഉണ്ടാക്കുകയും മഹാത്മാഗാന്ധി കളിക്കുകയൊക്കെ വേണം. അപ്പോൾ അതിന് വഴങ്ങുന്ന ഒരാൾ വേണം. അങ്ങനെ സുധീരൻ സതീശനെ പിന്തുണച്ചു. വാസ്തവത്തിൽ സതീശന് പാർട്ടിക്കുള്ളിൽ പിന്തുണ ഇല്ലാത്തതിൻ്റെ ദോഷങ്ങളാണ് ഈ കാണുന്നതൊക്കെ. കിട്ടിയ സ്ഥലത്തെല്ലാം വെച്ചിട്ട് സതീശനെ എംബ്രേസ് ചെയ്യാൻ പാർട്ടിയിൽ മറ്റുള്ളവർ ശ്രമിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അതിന് പല ഓമനപ്പേരിടും, കൂട്ടുത്തരവാദിത്തമില്ല, മറ്റതില്ല, മറിച്ചതില്ല എന്നൊക്കെ പറയും. പ്രശ്നം അവർക്ക് സതീശനെ ഇഷ്ടമല്ല എന്നുള്ളതാണ്. അതെനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഞാനും സതീശനാണ് കോൺഗ്രസ്സിലെ നമ്പർ 1 ആയിട്ട് മുഖ്യമന്ത്രി ആകേണ്ട ആളെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ബട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു സൈക്കോളജിയുടെ പുറത്തുള്ള കളികളാണ്. അതാണ് ശ്രീ TG മോഹൻദാസിന് പറയാനുള്ളത്. കോൺഗ്രസ്സിനുള്ളിൽ വി ഡി സതീശനെ എതിർക്കുന്നവരുടെ ഒരു നിരയുണ്ട്. അവർക്ക് വി ഡി സതീശനെതിരെയുള്ള വിമർശനം ഉന്നയിക്കണം. അതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നതെല്ലാം തെറ്റ്, പിഴവ് എന്ന രീതിയിൽ കൊണ്ടുപോകുന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഈ വീര്യം കുറഞ്ഞ മദ്യ വിഷയത്തിലെ കാമ്പ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ആ ഒരു വിഷയത്തിൽ വി ഡി സതീശൻ ചെയ്തത് അടിസ്ഥാനപരമായി ശരിയാണ്. പക്ഷേ നമുക്ക് ഈ കള്ളിൻ്റെ വിഷയത്തിൽ ഒരു ലിബറലായിട്ടുള്ള മദ്യഷാപ്പുകൾ അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ബിവറേജസുകൾ അനുവദിക്കുന്നത് പോലെയുള്ള ലിബറലായിട്ടുള്ള കുറേ കൂടി മാനദണ്ഡങ്ങൾ വേണം കള്ള് ഷാപ്പുകൾക്കും എന്ന കാര്യത്തിൽ അദ്ദേഹവും സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടേറെ വിഷയങ്ങളുണ്ട്. ഒരു സർക്കാരിൻ്റെ മുന്നോട്ട് പോക്കിനെ കണ്ണും പൂട്ടി എതിർക്കേണ്ടതില്ല. ഈ വിഷയത്തിൽ എതിർപ്പുമായി മുന്നോട്ട് വന്ന രംഗത്ത് വന്നിട്ടുള്ള സഭകൾ സ്വയം ചോദിക്കണം, നിങ്ങൾക്കുമില്ലേ വീര്യം കുറഞ്ഞ മദ്യം സൂക്ഷിക്കുവാനുള്ള ലൈസൻസ് എന്നുള്ള കാര്യവും എന്ന ചോദ്യവും അദ്ദേഹം ഉയർത്തുകയാണ്. അത് എന്തായാലും ചങ്കിൽ കൊള്ളുന്നൊരു ചോദ്യമായി പോയി. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിൻറ്റുമായി സംസാരിച്ചത്. താങ്ക് യു. ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.